അവർ പാലക്കാട് നഗരസഭാ കൗൺസിലർ എന്നാണ് പറയുന്നത്. ആ നഗരസഭയ്ക്കകത്ത് ഒരു ശ്മശാനം ഉണ്ടാക്കിയിട്ട് NSSന് നായന്മാർക്ക് ബോഡി കത്തിക്കാൻ സെപ്പറേറ്റ് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്ത ആ നഗരസഭയിലിരുന്ന് അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. നാണമില്ലേ? നാണമില്ലേ? അങ്ങോട്ട് പോയിരിക്കും, ഞാൻ നിങ്ങൾ വേറെ തലപിടിക്കല്ലേ, രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ, ആ പ്രശ്നം സോൾവ് ആവട്ടെ. നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഈ മതം അല്ലെങ്കിൽ നിങ്ങൾ ഈ നിങ്ങൾ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നു. ആ പ്രശ്നം ഇല്ലാത്തടുത്ത് നിങ്ങൾ എന്തിനാണ് ദളിത് മോർച്ച ഉണ്ടാക്കിയിരിക്കുന്നത് BJPയിൽ? അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല? നിങ്ങളുടെ പേരിന്റെ ചോട്ടിൽ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് എഴുതുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നില്ല? അപ്പൊ ഹിന്ദു ഉണ്ട്. എന്നിട്ട് പറയും ഇവിടെ ജാതിയുണ്ടോ മതമുണ്ടോ? ഒരു ശവശരീരത്തിന് പോലും ഒരു ശ്മശാനത്തിൽ സെപ്പറേറ്റ് ഇടം ഉണ്ടാക്കി കൊടുത്ത് അവിടെ പോലും ചത്ത ശരീരത്തിനെ പോലും സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്ന ഇവിടുത്തെ BJP RSSകാര് നിങ്ങൾ ഭരിക്കുന്ന ആ നഗരസഭയിൽ ഇരുന്നു കൊണ്ടാണോ നിങ്ങൾ ഞങ്ങളോട് ഈ വർത്താനം പറയുന്നത്? ക്ഷമിക്കണം, അങ്ങേക്ക് ആശാനം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കണ്ണാടി വെച്ചൊന്ന് നോക്കിയാട്ടെ, ഇത് അങ്ങയുടെ പഴയ കൂട്ടുകാരനാ, ആനചൂണ്ടി രാഘവൻ നായർ. ആന ചൂണ്ടിയായാലും പട്ടി ചൂണ്ടിയായാലും ഇവന്റെയൊക്കെ ചെലവിലാണ് ഞാൻ കഴിയുന്നത്. എന്തിനാണ് മതം? നമുക്ക് കോൺഫിഡൻസ് തരാത്ത, നമുക്ക് ധൈര്യം തരാത്ത ഒരു സിസ്റ്റവും നമ്മുടെ നാടിന് ഉതകുന്നതല്ല. അതിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. ജാതി ഉണ്ടാക്കി വെച്ച് നിങ്ങൾ ജാതി ഇല്ലെങ്കിൽ മിനിയുടെ ഭർത്താവ് ആദിവാസിയോ ദളിതനാണോ? മിനിയുടെ മക്കളെ കെട്ടിക്കുന്നത് ആദിവാസിക്കോ ദളിതർക്കോ ആണോ? ഇവിടെ ജാതി ഇല്ലെന്ന് പറയാൻ നിങ്ങളാരാ? എല്ലാ കാര്യത്തിനും SC ST ഒഴികെ എന്ന് എഴുതി വെച്ചിട്ട് ഇപ്പോഴിവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാണ്. വേടന് ഒരു പ്രശ്നമില്ല, വേടൻ ഇന്നതേ പാടാവൂ, വേടൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇന്നലെയൊക്കെ മുഴുവൻ കേൾപ്പിച്ചതാണ്, നമ്മൾ ആരും ധരിച്ചതല്ല, അവർ പറഞ്ഞ വാചകം തന്നെയാണ് ഇതെല്ലാം. കൃഷ്ണകുമാർ, നെഗറ്റീവായിട്ടുള്ള അല്ലല്ല, സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ? സർക്കാരിന്റെ കാര്യം ഇവിടെ പറഞ്ഞ് ആരും പറയാതെ അങ്ങോട്ട് അറിയാം. തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. അയ്യോ, അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേ മോളെ, അതിന്റെ തലക്കേട്ട് നിനക്ക് കയറട്ടെ. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ഓരോന്നും. ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? സർക്കാർ ഫണ്ട് ചെലവഴിച്ച്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്? അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്? തറവാട്ടി പറഞ്ഞ കുട്ടിയാ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. എനിക്ക് ആരും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ. അതുപോലെ തനതായ ഗോത്ര കലാരൂപങ്ങളും ഗോത്ര സംഗീതങ്ങളും നമുക്കതൊക്കെ ഭയങ്കര അസറ്റ് അല്ലേ? ഗോത്ര കലാരൂപങ്ങൾ അതാണോ താങ്കൾക്ക് മനസ്സിലായത് മിനി കൃഷ്ണകുമാർ? അതാണോ അവർ പറഞ്ഞത്? അങ്ങനെയല്ല, ഞാൻ അതിന്റെ ഒരു നല്ല റാപ്പ് ഒക്കെ പാടാൻ വേടൻ ആരാണ് എന്ന് തന്നെയല്ലേ പച്ചയായി അവർ ചോദിച്ചത്? അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, അങ്ങനെയൊന്നുമല്ല അതിൽ പറഞ്ഞത്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. ഇനിയൊരു മടക്കമില്ലെങ്കിൽ ഒന്ന് കുമ്പസാരിച്ച് മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പോ. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ? ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ എന്നെ തൊട്ടു, അത് ഞാനങ്ങ് പോട്ടെന്ന് വയ്ക്കും. പക്ഷെ നീ രാംദാസാന്റെ കുടുംബത്തിൽ കയറി കളിച്ചു, അത് ഞാൻ സഹിക്കില്ല. தம்பி மயில்வாகனம், நான் தலையில்லடா, தலையெடுக்கிறவன்.